സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും പിടികൂടുന്ന വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് തിരിച്ചുവിടുന്നതിന് പകരം മ്യൂസിയത്തിലേക്ക് മാറ്റുമെന്ന് വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും പിടികൂടുന്ന വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് തിരിച്ചുവിടുന്നതിന് പകരം മ്യൂസിയത്തിലേക്ക് മാറ്റണമെന്ന് AP അനിൽകുമാർ MLA സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് മറുപടി പറയുകയായിരുന്നു വനം വകുപ്പ് മന്ത്രി. വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ് വന്യജീവി ആക്രമണത്തെക്കുറിച്ച്. സർ, അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെങ്കിലും വനം വകുപ്പ് ചെയ്താൽ കുറേയേറെ ആശ്വാസം കിട്ടും. സർ, ഞാൻ അങ്ങേ 2 ദിവസം മുമ്പ് വിളിച്ചു. സർ, എന്റെ നിയോജകമണ്ഡലത്തിൽ തൊട്ടടുത്താണ് ഒരു കരടിയെ പിടിച്ചു. സർ, കരടിയെ പിടിച്ച് കൂട്ടിലാക്കി. ആ കരടിയെ എവിടേക്ക് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ കഴിഞ്ഞ തവണ ഒരു കരടിയെ കിട്ടി, ഞങ്ങളത് തിരിച്ചു കാട്ടിലേക്ക് അയച്ചു. ആ കരടി തന്നെയാണോ ഈ കരടി എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം ഈ കരടിയെ വീണ്ടും ആ കാട്ടിലേക്ക് തന്നെ അയക്കുന്ന പറയും. സർ, നമ്മുടെ കാട് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, വളരെ അടുത്തടുത്തുള്ളതാണ്. അപ്പൊ കരടിയെ പിടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് സൂവിലേക്ക് മാറ്റാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കാട്ടുമൃഗത്തിന്റെ ആക്രമണത്തിൽ നിന്നെങ്കിലും ജനങ്ങൾ രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് സർ, ഇങ്ങനെ പിടിക്കുന്ന വന്യമൃഗങ്ങൾ ഏതായാലും കടുവയായാലും കരടിയായാലും പുലിയായാലും അവരെ സൂവിലേക്ക് അയക്കാനുള്ള സംവിധാനം ചെയ്യുമ്പോൾ അവരെ തിരിച്ച് കാട്ടിലേക്ക് അയക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും. സർ, ബഹുമാനപ്പെട്ട മെമ്പർ എന്നോട് സൂചിപ്പിച്ച കാര്യം തന്നെയാണിത്. ഇതുവരെയുള്ള കീഴ്വഴക്കം സ്വീകരിച്ചു പോകുന്ന നടപടികൾ ഇത്തരത്തിലുള്ള വന്യജീവികളെ പിടികൂടിയാൽ ഉൾക്കാട്ടിലേക്ക് വീണ്ടും അയക്കുക എന്നുള്ളതാണ്. എങ്ങനെ സംശയം വെച്ചാലും ഉൾക്കാട്ടിലേക്ക് അയക്കുന്ന മൃഗങ്ങൾക്ക് സ്വാഭാവികമായും തിരിച്ചു വരാൻ സാധിക്കുമെന്നത് ഒരു പച്ച മലയാളത്തിൽ നമുക്ക് ബോധ്യമാകുന്ന ഒന്നാണല്ലോ. അതുകൊണ്ട് അങ്ങ് നിർദ്ദേശിച്ചതുപോലെ ഇങ്ങനെ പിടിക്കുന്ന വന്യമൃഗങ്ങളെ തൃശൂരിൽ പുതുതായി ആരംഭിച്ച സുവോളജിക്കൽ പാർക്കിൽ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഇന്നലെയും കൊണ്ടുവന്നിട്ടുണ്ട്, ഇനിയും അത് കൊണ്ടുവരും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ പിടികൂടിയ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനും ചികിത്സിക്കാനുമുള്ള ഒരു പ്രത്യേക സംവിധാനവും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ് അത്തരമൊരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.